ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം. അതിന് ഒരുപാട് സെന്റൻസ് ഒന്നും വേണമെന്നില്ല. ചങ്ക് പൊട്ടി കരഞ്ഞാൽ, ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഇറങ്ങി വരും. നമുക്ക് ദൈവസന്നിധിയിൽ ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ വിളിച്ച് ഈ ആലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കർത്താവ് സംസാരിക്കുമ്പോൾ നമ്മൾ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്വീകരിക്കണം. നമ്മൾ പ്രാർത്ഥനയെ പറഞ്ഞതുപോലെ എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ തിരുവചനം സ്വീകരിക്കാനായി ഈശോ തുറന്നു കൊടുത്തു. ലൂക്ക 24 നമ്മൾ വായിക്കും. അപ്പോസ്തല പ്രവർത്തനം 16 നമ്മൾ വായിക്കും. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ ലീദിയ എന്ന പട്ടുവിൽപ്പനക്കാരിയുടെ ഹൃദയം കർത്താവ് തുറന്നു കൊടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ മക്കളിലേക്ക്, കുടുംബത്തിലേക്ക്, ദാമ്പത്യത്തിലേക്ക്, ഞങ്ങളുടെ ആത്മീയ ഭൗതിക വിഷയങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. നന്നായിട്ട് കരങ്ങൾ ഉയർത്ത്, കൈമുട്ടുകളൊക്കെ നിവർത്തി, എല്ലാം മറന്ന് പ്രാർത്ഥിക്കണം. എല്ലാം മറന്ന് ആരെയും ശ്രദ്ധിക്കരുത്. മത്തായി 10:30